ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നല്ല ചെമ്മീൻ വെച്ചിട്ടുള്ളൊരു അടിപൊളി റെസിപ്പി നോക്കി നോക്കാട്ടോ. അപ്പോൾ ചെമ്മീനൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുത്തിട്ട് വരെ. അതിനുശേഷം നമുക്ക് വേണ്ടത് ഇത്രയും ചെറുള്ളിയും ഇത്രയും പച്ചമുളകും ഈ ഒരു വലുപ്പത്തിലുള്ളൊരു ഇഞ്ചിയും ഇത്രയും വെളുത്തുള്ളിയാണ് കേട്ടോ വേണ്ടത്. പിന്നെ ഇതേ ഒരു 2 സവാള നല്ല കുഞ്ഞാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും വേണം. ഈ ഒരു ഐറ്റം ഇപ്പോഴും ആരൊക്കെ വീട്ടിൽ യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോഴും ഇത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ആദ്യം വെളുത്തുള്ളിയാണ് ചതച്ചെടുക്കാൻ പോണത്. പിന്നെ ഇഞ്ചിയും ചെറുള്ളിയും പച്ചമുളകും ഒക്കെ ഇതിലിട്ട് ചതച്ചെടുക്കണം കേട്ടോ. അത് വല്ലാണ്ട് അരയണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുന്നത് ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. അപ്പോൾ എല്ലാം ചതച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ചെമ്മീൻ എടുത്ത് വെച്ചിട്ട് ഓരോന്നായിട്ട് അതിലിട്ട് കൊടുക്കാം. നമ്മുടെ ചെറുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം, പിന്നെ നമ്മുടെ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക, പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം, ഇഞ്ചിയും ചതച്ചതാണ് ഇട്ട് കൊടുത്തത്. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പൊടികളാണ് കഴിഞ്ഞ് ഇട്ട് കൊടുക്കാനുള്ളത്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാനവിടെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം കേട്ടോ. മല്ലിപ്പൊടി കുറച്ച് അധികം തന്നെ വേണം, എന്നാലും നല്ലൊരു കളറൊക്കെ ഇതിന് കിട്ടുള്ളൂ. ഒരു 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ വേണ്ടതാണ് കറി മസാലപ്പൊടി. 1 ടേബിൾ സ്പൂൺ കറി മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വേണ്ടത് പച്ച വെളിച്ചെണ്ണ കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു 2 തണ്ട് വേപ്പിലയാണ് വേണ്ടത്. അത് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഒന്ന് പിച്ചി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ വേണ്ടതാണ് 1 ടേബിൾ സ്പൂൺ സോർക്കയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ 2 സവാള ചെറുതാക്കി എരിഞ്ഞതും കൂടി ഇട്ടെടുത്ത് വേണം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. കോമ്പിനേഷനായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് കപ്പയാണ്, പാൽക്കപ്പ കേട്ടോ നമ്മൾ കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. പാൽക്കപ്പ ഉണ്ടാക്കുന്ന വീഡിയോ എൻ്റെ മിസ്സായി പോയിട്ടാ. അപ്പം എന്തായാലും നമുക്ക് ചെമ്മീൻ്റെ റെസിപ്പി നോക്കാം. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മുടെ മസാലയും ചെമ്മീനും ആകെപ്പാടെ അങ്ങോട്ട് കൊട്ടി കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പരത്തിയിട്ട് കൊടുക്കുക കേട്ടോ. ഫസ്റ്റ് ഒരു 10 മിനിറ്റ് തീ കൂട്ടി വെച്ച് കൊടുത്തിട്ട് പിന്നെ ഒരു അരമണിക്കൂർ സിമ്മിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫൈനായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാണ് നമ്മുടെ ചെമ്മീൻ കിട്ടും. അടച്ചു വെച്ച് കൊടുക്കേ. ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ചെമ്മീൻ വരാൻ പോണത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.